ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഞാൻ റഫീഖ സിറ്റി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോബ്ലംസാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും 2 പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കാം. എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു ക്യാഷ് ട്രാൻസാക്ഷൻ്റെ സമ്മറി കാണിക്കുന്നതാണ്. അതായത് നമ്മളൊരു ക്യാഷ് ബുക്ക് എൻഡ് ചെയ്തതിന് ശേഷം, അതായത് ഒരു ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ഒരു ഇയറിൻ്റെ എൻഡിൽ, അതായത് നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്നതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ഇവിടെ പേയ്മെൻറ്റ് സൈഡിലും, ക്യാഷ് അക്കൗണ്ട് കാണിച്ചിട്ടുള്ള എല്ലാ ഇൻകംസും ഇവിടെ റെസിപ്റ്റ് സൈഡിലുമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും വരും, പക്ഷേ കുറച്ച് ഐറ്റംസ് നമ്മൾ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എടുത്തിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അറ്റ് ദി എൻഡ് ഓഫ് ദി പീരിയഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആണ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമ്മൾ എടുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ എല്ലാ എക്സ്പെൻസും പേയ്മെൻറ്റ് കോളത്തിലും അതുപോലെ തന്നെ എല്ലാ ഇൻകം, അതായത് ക്യാപിറ്റൽ അല്ലെങ്കിൽ റവന്യൂ ഇൻകംസ്, ദാറ്റ് ഈസ് റെസിപ്റ്റ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസിപ്റ്റ് കോളത്തിലുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അപ്പോൾ പേയ്മെൻറ്റ് കോളവും റെസിപ്റ്റ് കോളവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ക്ലോസിങ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഐറ്റംസ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ആ ഐറ്റംസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതേപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം, ദെൻ ഡിപ്രീസിയേഷൻ, ബാഡ് അപ്റ്റ്, ഈ വക കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതേപോലെ തന്നെ ഇതൊരു റിയൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ക്യാഷിൻ്റെ എല്ലാ ട്രാൻസാക്ഷനും ഇതിൽ വരും. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്, അതായത് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് കാണിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്. ഒരു പെർട്ടിക്കുലർ പീരിയഡിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ്റെ സമ്മറി കാണിക്കുന്നതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദി ക്യാഷ് ബുക്ക്. അത് നമ്മൾ ഒരു ക്യാഷ് ബുക്കിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. അപ്പോൾ ഒരു ക്യാഷ് ബുക്കിൻ്റെ, അതായത് ഒരു എൻഡ് ഓഫ് ദി ഇയറിൽ, ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബുക്ക് ഏതാണോ അതിൽ നിന്നാണ് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ക്യാഷ് റെസിപ്റ്റ്. അപ്പോൾ ഇതിലെല്ലാ ക്യാഷ് റെസിപ്റ്റും ഇൻക്ലൂഡഡ് ആണ്, ഇൻക്ലൂഡിങ് ഏതൊക്കെ, ദാറ്റ് ഈസ് റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസിപ്റ്റ് അല്ലെങ്കിൽ ഇൻകം, റവന്യൂ വഴി കിട്ടുന്ന ഇൻകം എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ക്യാഷ് റെസിപ്റ്റ് ഇൻക്ലൂഡിങ് റെസിപ്റ്റ് ത്രൂ ബാങ്ക്. അപ്പോൾ ബാങ്ക് വഴി നമുക്ക് ലഭിക്കുന്ന റെസിപ്റ്റും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തും. ആൻഡ് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ്, എല്ലാ പേയ്മെൻറ്റ്സും ഇതിൽ ഉൾപ്പെടുത്തും, വെദർ ദേ ആർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ ആൻഡ് റവന്യൂ നേച്ചർ. അപ്പം റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട്, അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇതിൽ ഏതെല്ലാം ഐറ്റംസ് ഇൻവോൾവഡ് ആണ്, ക്യാപിറ്റൽ നേച്ചറിലുള്ള ഐറ്റംസും റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദെൻ ദി ക്യാഷ് റെസിപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ് മേ റിലേറ്റ് ടു ദി പ്രീവിയസ് ഇയർ, കറൻറ്റ് ഇയർ ഓർ സബ്സിക്വൻറ്റ് ഇയർ. അപ്പോൾ പ്രീവിയസ് ഇയറിലുള്ള ക്യാഷ് റെസിപ്റ്റ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും, കറൻറ്റ് ഇയറിലുള്ളതും നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ സബ്സിക്വൻറ്റ് ഇയറിൽ വരുന്ന, ഇനി നെക്സ്റ്റ് ഇയറിൽ വരാൻ പോകുന്നതും ഇതിൽ നമ്മൾ
ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഓൾ ദി ക്യാഷ് റെസീപ്റ്റ്സ് ആർ റെക്കോർഡഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. എല്ലാ ക്യാഷ് റെസീപ്റ്റും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരക്കുമ്പോൾ ഇവിടെ നമ്മൾ റെസിപ്റ്റ് കോളം കാണിക്കണു, ഇവിടെ നമ്മൾ എന്താണ് പേയ്മെൻറ്റ് കോളം കാണിക്കണം. അപ്പോൾ എല്ലാ റെസിപ്റ്റും ഡെബിറ്റ് സൈഡിലും ആൻഡ് ഓൾ ദി പേയ്മെൻറ്റ് റെക്കോർഡഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എല്ലാ റെസിപ്റ്റും ക്യാഷ് റെസിപ്റ്റ്സ് നമ്മൾ കാണിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ സാധാരണ നമ്മൾ പഠിച്ചത് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ എല്ലാ റെസിപ്റ്റ്സും ക്യാഷ് റെസിപ്റ്റ്സും നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണോ, എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്, ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്, ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നില്ല, അതായത് ഇതിൽ എന്തൊക്കെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഓർ ഇൻകം, അതേപോലെ തന്നെ ഡിപ്രിസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, ഇതൊന്നും നമ്മൾ ഉൾപ്പെടുത്തേണ്ട. ഇറ്റ് ഈസ് ഓൺലി എ സമ്മറൈസ്ഡ് ഫോം ഓഫ് ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോമാണ് എന്തെന്ന് പറയുന്നത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കോളം എന്ന് പറയുന്നത് റെസിപ്റ്റും ക്രെഡിറ്റ് കോളം എന്ന് പറയുന്നത് പേയ്മെൻറ്റുമാണ്. ഇതൻ നെക്സ്റ്റ് ഇതിൽ ഫീച്ചേഴ്സ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഫീച്ചേഴ്സിലുള്ള എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. കാരണം ഈ ഐറ്റംസ് ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്താ പറയുന്നത്, ഒന്നാമത്തേത് ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറയാൻ കാരണം ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനാണ്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ട് ഐറ്റാണ്. സോ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദി ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എന്നാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. അപ്പം ഈ അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് വെച്ചിട്ടും അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വെച്ചിട്ടും, അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ്. Then next, it contains receipts and payments of both capital and revenue nature. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്, അതായത് ഇറ്റ് കണ്ടെയ്ൻസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്, ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചറിൽ. അപ്പോൾ ക്യാപിറ്റലിൻ്റെ നേച്ചറിലും അല്ലെങ്കിൽ റവന്യൂ നേച്ചറിലും വരുന്ന എല്ലാ റെസിപ്റ്റും പേയ്മെൻറ്റും ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം ആൻഡ് നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രിസിയേഷൻ, ബാഡ് ഡെപ്റ്റ് എക്സെട്ര. അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വെക്കുക, ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നില്ല. അതായത് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസോ അക്രൂഡ് ഇൻകോ നോൺ ക്യാഷ് ഐറ്റംസ് പോലുള്ള നോൺ ക്യാഷ് ഐറ്റംസ് ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ, ബാഡ് ഡെപ്റ്റോ ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ദ റെസിപ്റ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഡസ് നോട്ട് ഷോ ദി പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദി പീരിയഡ്. അപ്പോൾ ഒരു പീരിയഡിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഈ അക്കൗണ്ട് മുഖേന നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു സമ്മറി മാത്രമാണ് ക്യാഷ് ബുക്കിൻ്റെ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു പ്രൊഫോമ നോക്കാം. അപ്പോൾ ഇതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രൊഫോമ അല്ലെങ്കിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിമെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്കിതിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ, അതായത് നമ്മൾ പറഞ്ഞു ക്യാഷ് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തിട്ടാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമ്മൾ കാണിക്കണം. എങ്ങനെ വരുന്നത്, അതായത് ക്യാഷ്, ബാങ്ക് എല്ലാം വരും. ദെൻ സബ്സ്ക്രിപ്ഷൻ, എൻട്രൻസ് ഫീസ്, ഡൊണേഷൻ, ലീഗസീസ്, ദെൻ അതേപോലെ തന്നെ സെയിൽ ഓഫ് അസറ്റ്, ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേയ്മെൻറ്റ് സൈഡിൽ സാലറി വരും, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, അതായത് എല്ലാ പേയ്മെൻറ്റ്സും, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ക്യാപിറ്റൽ നേച്ചറാണ്. ദെൻ ഫർണിച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം അസറ്റാണ്, അത് ക്യാപിറ്റൽ നേച്ചറാണ്. ഹോണറേറിയം, ദെൻ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് ക്ലോസിംഗ് ആണ്, ക്യാഷ്, ബാങ്ക്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ ലഭിക്കുന്നത് ബാലൻസ് ക്യാരി ഡൗൺ ഇൻ കേസ് ഓഫ് ഓവർ ഡ്രാഫ്റ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ കാണിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, ക്ലോസിംഗ് ബാലൻസ് ആണ്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താ പറയുന്നത്, ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റഡ് ടു ഭാരത് സ്പോർട്സ് ക്ലബ്സ് പ്രിപ്പയർ എ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദി റെൻറ്റിംഗ് 31 മാർച്ച് 2024. അപ്പോൾ ഭാരത് സ്പോർട്സ് ക്ലബിൻ്റെ കുറച്ച് ഇൻഫോർമേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത് 31 മാർച്ച് 2024. അപ്പോൾ നമ്മളടുത്ത് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. പെർട്ടിക്കുലേഴ്സിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് തന്നിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ കളക്റ്റഡ് ഫോർ, അപ്പോൾ സബ്സ്ക്രിപ്ഷൻ കളക്ട് ചെയ്ത് 2022-23
ഫിനാൻഷ്യൽ ഇയർ 23-24 ഫിനാൻഷ്യൽ ഇയർ 24-25 ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സെയിൽ ഓഫ് റീഫ്രഷ്മെൻറ്റ്, ദെൻ നെക്സ്റ്റ് എൻട്രൻസ് ഫീസ്, ഫർണിച്ചർ പർച്ചേസ്ഡ്, ഓഫീസ് എക്സ്പെൻസ്. ദെൻ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, ഡൊണേഷൻ റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ്, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ്, പർച്ചേസ് ഓഫ് റീഫ്രഷ്മെൻറ്റ്, എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ്, സാലറി പെയ്ഡ്, ടൂർണമെൻറ്റ് എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ പ്രൊവൈഡഡ് ഡ്യൂറിങ് ദി ഇയർ ആൻഡ് ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്. ഇത്രയും ഇൻഫോർമേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു കുറേ ഐറ്റംസ് നമ്മൾ ഇവിടെ എടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ തന്നിട്ടുള്ള ഇൻഫോർമേഷനിൽ എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ എടുക്കാത്തത് എന്നുള്ളത് നോക്കുക. എന്തൊക്കെ ഐറ്റംസാണ് എടുക്കാത്തത്? അതായത് ഡിപ്രിസിയേഷൻ എടുക്കൂല, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് എടുക്കൂല, പ്രീപെയ്ഡ് ഒന്നും നമ്മൾ എടുക്കൂല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വന്നിട്ടുണ്ട് ഡിപ്രിസിയേഷൻ, ഇവിടെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ബാക്കിയൊക്കെ ഏകദേശം നമുക്ക് എന്ത് ചെയ്യേണ്ടതാണ്, എടുക്കേണ്ടതാണ്. സെയിൽ ഓഫ് ഓൾഡ് മെറ്റീരിയൽ, സ്പോർട്സ് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇതിനെ സംബന്ധിച്ച് അതായത് ഒരു ക്ലബ്ബാണ്, സ്പോർട്സ് ക്ലബ്ബാണ് അല്ലേ, ഭാരത് സ്പോർട്സ് ക്ലബ്ബാണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലാണ്, അതായത് ഒരു അസറ്റാണ് അതെല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അസറ്റൊക്കെ നമ്മൾ ഇവിടെ എടുക്കണം. ദെൻ നമുക്കിവിടെ വേറെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ഈ സൈഡിൽ ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസിപ്റ്റും, ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സും ആണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാ റെസിപ്റ്റ് നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 500, ബാങ്ക് ബാലൻസ് 3600 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്തൊക്കെ ഐറ്റംസാണ് ഇവിടെ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത് ഓൾറെഡി നമ്മൾ എന്ത് പറഞ്ഞു, ഇവിടെ ഈ പ്രൊഫോമയിൽ പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണിക്കണം, ബാലൻസ് കാണിക്കണം. ദെൻ സബ്സ്ക്രിപ്ഷൻ, എൻട്രൻസ് ഫീസ്, ഡൊണേഷൻ, ഇതൊക്കെ നമ്മളിവിടെ കാണിക്കുക. അപ്പോൾ ആൻസർ നോക്കി നോക്കൂ, ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് എമൗണ്ട് കോളം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണിച്ചു ബാലൻസ് ബ്രോഡ് ഓൺ. ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ്. കാരണം നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് 500, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 3600. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുക എന്ത്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ്, ദാറ്റ് ഈസ് ബാലൻസ് ബ്രോഡ് ഓൺ എത്രയാണ് കാണിക്കുന്നത്, 500. ദെൻ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 3600. അപ്പോൾ അത് നമ്മളിവിടെ കാണിച്ചു, ദാറ്റ് ഈസ് എന്താണ്, ബാലൻസ് ബ്രോഡ് ഓൺ ക്യാഷ് 500, ബാങ്ക് 3600. ദെൻ നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ കളക്റ്റഡ് ഫോർ. നെക്സ്റ്റ് നമ്മൾ ഐറ്റം കാണിക്കേണ്ടത് സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ കളക്റ്റഡ് ഫോർ 2022-23 ഒരു 250, 23-24 3800, 24-25 450. നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഐറ്റംസ് എന്ന് പറയുന്നതും നമുക്ക് എങ്ങനെയാണ് വരിക, പ്രീവിയസ് ഇയർ ഇതാ നോക്കി നോക്കൂ, ദി ക്യാഷ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മേ റിലേറ്റ് ടു ദി പ്രീവിയസ് ഇയർ, കറൻറ്റ് ഇയർ ഓർ സബ്സിക്വൻറ്റ് ഇയർ. അപ്പോൾ മുന്നത്തെ വർഷം നമ്മൾ കറൻറ്റ് ഇയർ ഏത് ഏത് ഫിനാൻഷ്യൽ ഇയർ ആണോ തന്നിട്ടുള്ള ഫിനാൻഷ്യൽ ഇയർ ആണോ അതാണ് കറൻറ്റ് ഇയർ. അതിൻ്റെ മുന്നുള്ള വർഷം പ്രീവിയസ് ഇയർ, അതേപോലെ തന്നെ ശേഷമുള്ള സബ്സിക്വൻറ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രീവിയസ് ഇയർ തന്നിട്ടുണ്ട്, കറൻറ്റ് ഇയർ തന്നിട്ടുണ്ട്, ദെൻ നെക്സ്റ്റ് ഇയർ വരുന്നത് അതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്ന് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്ക്രിപ്ഷൻ ആയിട്ട് എടുക്കണം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് എഴുതുക, ദാറ്റ് ഈസ് സബ്സ്ക്രിപ്ഷൻസ്. പ്രീവിയസ് ഇയറിൽ 250, കറൻറ്റ് ഇയറിൽ 3800, ദെൻ നെക്സ്റ്റ് നമുക്ക് വരാൻ കമ്മിങ് ഇയറിൽ 450. അപ്പോൾ മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ എഴുതുക. ദെൻ നെക്സ്റ്റ് അടുത്തായിട്ട് നോക്കുക, സെയിൽ ഓഫ് റീഫ്രഷ്മെൻറ്റ് 500 ആണ്, അതെടുത്ത് എഴുതി, സെയിൽ ഓഫ് റീഫ്രഷ്മെൻറ്റ് 500. ദെൻ നെക്സ്റ്റ് ആയിട്ട് നോക്കുക, എൻട്രൻസ് ഫീ 500 ആണ്, അപ്പോൾ നമ്മൾ എൻട്രൻസ് ഫീ എഴുതി, എൻട്രൻസ് ഫീ 500. ദെൻ നെക്സ്റ്റ് ആയിട്ട് നോക്കുക, ഫർണിച്ചർ പർച്ചേസ്ഡ് 750, അപ്പോൾ നമ്മൾ ഫർണിച്ചർ പർച്ചേസ്ഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇത് നമുക്ക് പേയ്മെൻ്റ് ആണ് അല്ലേ, ഫർണിച്ചർ പർച്ചേസ്ഡ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് പേയ്മെൻറ്റ് ഏതാ റെസിപ്റ്റ് ഏതാന്നുള്ളത് അറിയണം. അപ്പോൾ സ്പോർട്സ് ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്നത് റെസിപ്റ്റ് ആണ്. സെയിൽ ഓഫ് റീഫ്രഷ്മെൻറ്റ് എന്ന് പറയുന്നത് വിറ്റിട്ട് നമുക്ക് ക്യാഷ് കിട്ടും അല്ലേ, അതായത് സെയിൽ ഓഫ് റീഫ്രഷ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീഫ്രഷ്മെൻറ്റ് വിറ്റ് ക്യാഷ് വാങ്ങാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, റെസിപ്റ്റ് ആണ്. അതേപോലെ തന്നെ സെയിൽ ഓഫ് റീഫ്രഷ്മെൻറ്റ് നമ്മളെ സംബന്ധിച്ച് എന്താണ്, റെസിപ്റ്റ് ആണ്. ദെൻ എൻട്രൻസ് ഫീ എന്ന് പറയുന്നതും റെസിപ്റ്റ് ആണ്. കാരണം സ്പോർട്സ് ക്ലബിന് നമുക്കൊരു മെമ്പർ വരുമ്പോൾ കിട്ടുന്നതാണ് എൻട്രൻസ് ഫീ, അത് റെസിപ്റ്റ് ആണ്. ഫർണിച്ചർ പർച്ചേസ്ഡ് എന്ന് പറയുന്നത് എന്താണ്, പേയ്മെൻ്റ് ആണ്. ഓഫീസ് എക്സ്പെൻസ് പേയ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ റെസിപ്റ്റ് ആണ്. ഡൊണേഷൻ റിസീവ്ഡ് റെസിപ്റ്റ് ആണ്. റെൻറ്റ് പെയ്ഡ് നമുക്ക് എന്താണ് വരിക, പേയ്മെൻ്റ് ആണ് വരിക.
അതേപോലെ തന്നെ സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് പേയ്മെൻ്റ് ആണ്. പർച്ചേസ് ഓഫ് റീഫ്രഷ്മെൻറ്റ് പേയ്മെൻ്റ് ആണ്. എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് പേയ്മെൻ്റ് ആണ്. സാലറി പെയ്ഡ് പേയ്മെൻ്റ് ആണ്. ടൂർണമെൻറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേയ്മെൻ്റ് ആണ്. ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ഡ്യൂറിങ് ദി ഇയർ നമ്മൾ ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇവിടെ ക്ലോസിങ് ക്യാഷ് ഇൻ ഹാൻഡ് 200 നമ്മൾ കാണിക്കുകയും വേണം. ഓക്കെ, ഏത് സൈഡിലാണ് കാണിക്കുക? അതായത് നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഫർണിച്ചർ പർച്ചേസ്ഡ് ആണ്, പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക എന്ത്? ഫർണിച്ചർ പർച്ചേസ്ഡ് 750. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഓഫീസ് എക്സ്പെൻസ് ആണ് 600. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം എടുത്ത് എഴുതുക. പേയ്മെൻറ്റ് ആയതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക ഓഫീസ് എക്സ്പെൻസ് 600 എഴുതി. അത് നമുക്ക് ഇതിൽ ചെയ്ത പോലെ ചെയ്യണമെന്നില്ല. നമ്മൾ ഈ ഓരോ ഐറ്റം നമുക്ക് അതിനനുസരിച്ച് ഇങ്ങനെ എഴുതി പോയാലും മതി അല്ലേ. ദെൻ നെക്സ്റ്റ് ഈ സൈഡിൽ നോക്കൂ, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ എത്രയാണ് വരുന്നത്? 600. റെസിപ്റ്റ് ആണ്. അപ്പോൾ റെസിപ്റ്റ് കോളത്തിൽ എഴുതാം സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ 600. ദെൻ നെക്സ്റ്റ് ഐറ്റം നോക്കുക, ഡൊണേഷൻ റിസീവ്ഡ് 2300. അപ്പോൾ അത് എഴുതാം റെസിപ്റ്റ് സൈഡിൽ ഡൊണേഷൻ റിസീവ്ഡ് 2300. ദെൻ നെക്സ്റ്റ് ഐറ്റം നോക്കുക, റെൻറ്റ് പെയ്ഡ് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക റെൻറ്റ് പെയ്ഡ് എത്രയാണ്? 1500 അല്ലേ. റെൻറ്റ് 1500. ദെൻ സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് 2400. അപ്പോൾ അത് എഴുതുക സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് 2400 പേയ്മെൻറ്റ് സൈഡിൽ എഴുതാം. ദെൻ നെക്സ്റ്റ് പർച്ചേസ് ഓഫ് റീഫ്രഷ്മെൻറ്റ് പേയ്മെൻ്റ് ആണ് 300. അപ്പോൾ നെക്സ്റ്റ് പേയ്മെൻറ്റ് സൈഡിൽ എന്ത് എഴുതുക? പർച്ചേസ് ഓഫ് റീഫ്രഷ്മെൻറ്റ് 300 എഴുതുക. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് പേയ്മെൻറ്റ് 1000. അപ്പോൾ അത് പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുക. അപ്പോൾ എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് എക്സ്പെൻസ് 1000 അത് കാണിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സാലറി പെയ്ഡ് 1250. അപ്പോൾ അത് നെക്സ്റ്റ് സാലറി 1250 അത് പേയ്മെൻ്റ് ആയതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുക. നെക്സ്റ്റ് ടൂർണമെൻറ്റ് എക്സ്പെൻസ് 1200 പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ടൂർണമെൻറ്റ് എക്സ്പെൻസ് 1200 അത് കാണിക്കുക. ദെൻ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ നമ്മളിവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എടുക്കേണ്ട, ഡിപ്രിസിയേഷൻ എടുക്കേണ്ട, ബാഡ് ഡെപ്റ്റ് എടുക്കേണ്ട, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ക്ലോസിങ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ദാറ്റ് ഈസ് ബാലൻസ് ക്യാരിഡ് ഓൺ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 200 കാണിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സൈഡ് മൊത്തം ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് നമുക്ക് കിട്ടൂല കേട്ടോ ഫിഗർ. അപ്പോൾ ഈ സൈഡ് നമ്മൾ എന്ത് ചെയ്യാണ്? മൊത്തം ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ സൈഡ് നമ്മൾ മൊത്തം ആഡ് ചെയ്യുക. ഓക്കെ, ഈ സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9200 കിട്ടും. ഓക്കെ, ഈ സൈഡ് ആഡ് ചെയ്യുമ്പോൾ 9200 ഈ സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12500 കിട്ടും. അതായത് റെസിപ്റ്റ് 12500 പേയ്മെൻറ്റ് നമുക്ക് ടോട്ടൽ 9200 കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണോ അതാണ് നമ്മൾ ഇവിടെ എഴുതുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതൽ 12500 ആണ്. അപ്പോൾ നമ്മളിവിടെ 12500 എഴുതി, ഈ സൈഡിലും 12500 എഴുതി. എന്നിട്ട് 12500 നിന്ന് നമ്മൾ എന്ത് കുറക്കണം? അതായത് 12500 മൈനസ് 9200. ഓക്കെ, അപ്പോൾ 9200 കുറക്കുമ്പോൾ നമുക്ക് 3300 ബാലൻസ് കിട്ടും. ഈ 3300 ആണ് എന്ത്? ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്യാഷ് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട് നമുക്കിവിടെ. പക്ഷെ നമുക്ക് ബാങ്കിൻ്റെ ക്ലോസിംഗ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ബാലൻസ് എമൗണ്ട് 3300 ആണെന്ത്? ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ്. ഇനി ക്യാഷും ബാങ്കും തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതിലെല്ലാ റവന്യൂ എക്സ്പെൻസും റെസിപ്റ്റും കാണിക്കും, ക്യാപിറ്റൽ എക്സ്പെൻസും ക്യാപിറ്റൽ റെസിപ്റ്റും കാണിക്കും, എക്സ്ക്ലൂഡിങ് ഡിപ്രിസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ് ഇതുപോലുള്ള ഐറ്റംസ് എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ബാലൻസ് ആണ് ക്ലോസിംഗ്. ഒന്നുകിൽ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഇനി നിങ്ങൾക്ക് എക്സാമിന് ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ലോങ് എസ്സേ ആയിട്ട് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ട് അതിന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറയുക. ഓക്കെ, ഇതിലധികം അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഇത് തന്നെ ഉള്ളൂ കേട്ടോ, ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഇത് ചോദിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.